ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മുടെ മുൻപിൽ വെച്ച് വളരെ മനോഹരമായി സംസാരിക്കുകയും പിന്നീട് മാറി നിന്നിട്ട് നമ്മളെക്കുറിച്ച് വളരെ മോശം പറയുന്ന ആളുകളെയും നമുക്കെല്ലാവർക്കും അനുഭവമുള്ളതാണ്. അതുപോലെ തന്നെ നീ അറിഞ്ഞോ, നിന്നെക്കുറിച്ച് ഇവരിങ്ങനെ പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു വരുന്ന വേറൊരു തരം ആൾക്കാരുമുണ്ട്. കൂട്ടുകാരെ, എനിക്ക് പറയുവാനുള്ളത് ഈ രണ്ട് തരം ആൾക്കാരെയും നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ഈ രണ്ട് കൂട്ടരും നമ്മുടെ മനസ്സിന്റെ സമാധാനം ആഗ്രഹിക്കുന്നവരല്ല. നമ്മൾ ഇവർക്കൊന്നും മറുപടി കൊടുക്കാൻ പോകേണ്ട ആവശ്യവുമില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മറ്റുള്ളവർ പറഞ്ഞ കാര്യം നമ്മളോട് പറയുവാൻ വരുന്നവരോട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട്, വേണ്ട, അത് പറഞ്ഞു തുടങ്ങുമ്പോഴേ നമുക്കറിയാം എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞ് അവരെ അവോയ്ഡ് ചെയ്യുക. നമുക്ക് എന്താണോ നേടാനുള്ളത് അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇവർക്കുള്ള മറുപടി നമ്മുടെ ജീവിതത്തിന്റെ സക്സസ് ആയിരിക്കണം. നമ്മൾ കേട്ടിട്ടില്ലേ ഒരച്ഛനും മകനും കൂടെ കഴുതയും കൊണ്ടുപോയ കഥ? മകൻ ആദ്യം കഴുതപ്പുറത്തിരുന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞു, പ്രായമായ മനുഷ്യനെ നടത്തിക്കൊണ്ട് മകൻ കഴുതപ്പുറത്ത് കയറിയിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്തു? മകൻ താഴെ ഇറങ്ങി നടന്നിട്ട് അച്ഛൻ കയറിയിരുന്നപ്പോഴോ ആ ചെറിയ പയ്യനെ നടത്തിച്ചിട്ട് അച്ഛൻ കഴുതപ്പുറത്ത് പോകുന്നു. മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് രണ്ടുപേരും കൂടെ കഴുതപ്പുറത്തിരുന്നപ്പോഴോ ആ പാവം കഴുതിയെ ഇത്രയും ഭാരം ചുമപ്പിക്കുന്നു. അതും കേട്ടിട്ട് അവർ രണ്ടുപേരും കൂടെ കഴുതിയെ ചുമന്നപ്പോഴോ മണ്ടന്മാർ. കൂട്ടുകാരെ, ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചാൽ അവസാനം പറയും അവർ മണ്ടന്മാരാണെന്ന്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുക. മറ്റുള്ളവരുടെ നെഗറ്റീവ് വാക്കുകൾക്കോ ഒന്നിനും ചെവി കൊടുക്കാതിരിക്കുക. നമ്മൾ ഈ ലോകത്തിലേക്ക് ഒറ്റയ്ക്കാണ് വന്നത്, തിരികെ പോകുന്നതും അങ്ങനെ തന്നെ. അപ്പോഴെന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിന്റെ എന്താണോ നമുക്ക് നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുക. മറ്റുള്ളവരോട് സ്നേഹത്തോടും സഹാനുഭൂതിയോടും പെരുമാറുക. അവരെങ്ങനെ നമ്മളോട് പെരുമാറുന്നു എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിൽ വിചാരിക്കേണ്ട ആവശ്യമില്ല. അവർ എങ്ങനെയാണോ മറ്റുള്ളവരോട് പെരുമാറുന്നത് അത് അവരുടെ അറിവാണ്. നമുക്ക് എല്ലാവരെയും നല്ലതാക്കി മുൻപോട്ട് ജീവിക്കാൻ സാധ്യമല്ല. അപ്പൊ നമ്മുടെ ജീവിതം കൊണ്ട് അവർക്ക് മറുപടി കൊടുക്കുക. നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്നും അകന്നു നിൽക്കുക. ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം വളരെ സന്തോഷത്തോടെ മറ്റുള്ളവർക്കെല്ലാം നന്മ ചെയ്തുകൊണ്ട് സ്നേഹത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ ശ്രമിക്കാം. അതല്ലേ നല്ലത്? വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.